പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മാവിന്റെ എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും ഞാൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കുന്നു. വളരെ അനുഗ്രഹമായ ഒരു വചനം. ജോൺ ചാപ്റ്റർ 15:2. നിങ്ങൾ എന്ത് ചെയ്യുന്നു? അധികം ചെത്തി വെടിപ്പാക്കുന്നു, അല്ലേ? ഇവിടെ നമുക്കതാണ്. കാരണം എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും ചിലത് നീക്കി കളയും, പക്ഷേ കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. അപ്പോൾ അധികം ഫലം കായ്ക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ അധികം ഫലം കായ്ക്കാൻ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നവരെ അധികം ഫലത്തിലേക്ക് നടത്തും. അവനൊരു ചെത്തി വെടിപ്പാക്കുന്നു. അപ്പോൾ ഈ ചെത്തുന്നത് ചിലപ്പോൾ പ്രയാസവും വേദനയും ബുദ്ധിമുട്ടും നൊമ്പരങ്ങളും നീറ്റലുകളും ചിലപ്പോൾ ചില ദിവസങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ തന്നെയൊക്കെ എന്ത് ചെയ്യണം, ഒരു ചേഞ്ചസ് ഒന്നും കാണാതെ പോകുന്ന സമയങ്ങളും ഒക്കെ ഉണ്ടാവാം. പക്ഷെ അത് ചെത്തുന്നൊരു സമയമാണ്. പക്ഷെ അതിനുശേഷമായിട്ട് അധികം ഫലത്തിലേക്ക് അത് വരും. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം, നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങളായിരിക്കും, നിങ്ങളുടെ കുടുംബം ഒക്കെ എന്ത് ചെയ്യും, നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെയും ഭാവി എല്ലാം എന്ത് ചെയ്യുന്നു, അധികം ഫലത്തിലേക്ക് വരും. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം വിളിച്ചു പറഞ്ഞ് അധികം ഫലത്തിലേക്ക് ചെത്തി വെടിപ്പാക്കും. അപ്പോൾ ഇന്ന് സഹോദരി നിങ്ങളെ ചെത്തിയെങ്കിൽ, ഇന്ന് സഹോദര നിങ്ങളെ ഒന്ന് ചെത്തി വെടിപ്പാക്കുന്നത്, ഒരു ചെത്തലുണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു മുറിക്കലൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടരുത്. ആ മുറിവ് അല്ലെങ്കിൽ ആ പ്രയാസം എന്തിനുള്ളതാണ്? അധികം ഫലം കായ്ക്കാനാണ്. ആ മുറിവ് അധികം ഫലം കായ്ക്കാനാണ്. ആ വേദന അധികം ഫലം കായ്ക്കാനാണ്. ആ കഷ്ടത്തിലൂടെ പോയത് അധികം ഫലം കായ്ക്കാനാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിലും ചില കുടുംബങ്ങളെയും വ്യക്തികളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ കർത്താവ് അധികം ഫലത്തിലേക്ക് കൊണ്ടുവരും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് വേദനപ്പെട്ടോ ഭാരപ്പെട്ടോ അധികം ഫലത്തിലേക്ക് കൊണ്ടുവരിക കേട്ടോ. ആ ചെത്തൽ അധികം പ്രാർത്ഥിക്കും, അധികം ദൈവസന്നിധിയിലിരിക്കും, അധികം ഫലത്തിലേക്ക് വരും കേട്ടോ. അതിനാൽ ഈ പ്രഭാതത്തിൽ ഉറക്കപ്പറ, എൻ്റെ കർത്താവ് എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ശുശ്രൂഷകളെയൊക്കെ അധികം ഫലത്തിലേക്ക് നയിക്കും. പ്രാർത്ഥിക്കാം. പിതാവേ, വചനത്തിനാണ് സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണം, സഹായിക്കണം. പ്രാർത്ഥനയോടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം.